ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ വിത്ത് നൗ. അപ്പൊ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ 2021 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ആൻസർ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഫസ്റ്റ് രണ്ട് സെക്ഷനുകളാണ്, അതായത് 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ബാക്കിയുള്ള സെക്ഷനിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളാണ് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം, അതെങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ 11th ക്വസ്റ്റ്യൻ, ദ 5th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 20 ആൻഡ് ദ 8th ടേം ഇസ് 32. രണ്ട് കാര്യങ്ങളാണ് പ്രൊവൈഡ് ആയിട്ടുള്ളത്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, അതിന്റെ 5th ടേമും 8th ടേമും തന്നിട്ടുണ്ട്. അപ്പൊ അത് ആദ്യം ഏതൊക്കെയാണെന്ന് എടുത്ത് എഴുതുക. 5th ടേം എന്ന് പറയുന്നത് നമുക്ക് 20 ആയിട്ടും 8th ടേം എന്ന് പറയുന്നത് നമുക്ക് 32 ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിന് ബേസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് താഴെ തന്നിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻസുകളെ ആൻസർ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് A. What is the common difference of this sequence? From this given information നമുക്ക് എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? ഇതിന് ബേസ് ചെയ്തിട്ട് ഈ ഒരു മോഡലിലുള്ള പ്രോബ്ലംസുകൾ ഞാൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും കൂടുതലും എക്സാംസിന് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അത് നിങ്ങൾ പോയി കാണുക. ഓക്കെ, സോ അതിനകത്ത് നമ്മൾ സാധാരണ ചെയ്യാറ് കോമൺ ഡിഫറൻസിൽ ഫസ്റ്റ് നമ്മൾ ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും കാണും. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ടേം ഡിഫറൻസ് ആണ്. ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് ടേമിന്റെ ഡിഫറൻസ്, ദാറ്റ് ഇസ് 32 മൈനസ് 20. 32 മൈനസ് 20 എത്രയാണ്? 12. നെക്സ്റ്റ് നമ്മൾ പൊസിഷൻ ഡിഫറൻസ് കാണും. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 8th പൊസിഷനും 5th പൊസിഷനും അല്ലേ, ദാറ്റ് ഇസ് 8 മൈനസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 3. ഇതിനർത്ഥം എന്താണ്? 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് 12. ദിസ് ഇംപ്ലൈസ് D is equal to 4. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് 4 ആയിട്ട് കിട്ടി. ഇനി നമ്മുടെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഇറ്റ്സ് 11th ടേം. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒരു nth ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോർമലി ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് എടുക്കാറ്. ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് xn is equal to an plus b. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ടേമിന്റെ പൊസിഷൻ ആണ്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ അറിയാവുന്ന ഒരു പൊസിഷനും അതിന്റെ ടേമും വെച്ചിട്ട് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഗിവൺ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഫസ്റ്റ് തന്നെ. അപ്പൊ നമുക്ക് 8th ടേമിന്റെ എടുക്കാം, അതായത് 8th പൊസിഷനിലുള്ള ടേം 4 into 8 plus b. ഓക്കെ, 8th പൊസിഷനിൽ 4 കോമൺ ഡിഫറൻസ് b. ദിസ് ഇസ് 32 അല്ലെ. 32 is equal to 4 into 8 plus b. ഇവിടെ നമുക്ക് b കാൽക്കുലേറ്റ് ചെയ്യാലോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ, നോർമൽ ആയിട്ടുള്ള കാൽക്കുലേഷനുകളാണ്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. സ്പീഡിന് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻസുകളൊന്നും തെറ്റാതെ നോക്കുക, കാരണം നമ്മൾ സ്റ്റെപ്പ് മാത്രമല്ല ആൻസറും കറക്റ്റ് ആണ്. ഓക്കെ, സോ b is equal to നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ xn is equal to 4n എന്നുള്ളതാണ് ഈ ഒരു നമുക്ക് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം. ഇനി ഓൾജിബ്രിക് ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പൊസിഷന്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. നമ്മുടെ എന്താണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ഇറ്റ്സ് 11th ടേം. 11th പൊസിഷനിലുള്ള ടേം എന്ന് പറഞ്ഞാൽ 4 into 11 വിച്ച് ഇസ് ഈക്വൽ ടു 44. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആൻസറിനെ ബേസ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് 5th ടേം തന്നിട്ടില്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 4 into 5 എത്രയാണ്? 20 അല്ലേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെ 8th ടേം എന്ന് പറയുമ്പോൾ x8, ദാറ്റ് ഇസ് 4 into 8 വിച്ച് ഇസ് ഈക്വൽ ടു 32 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ ആണ്. x is a natural number. What number should be added to x square plus 2x to get a perfect square? Second sub question, if x square plus 2x is equal to 15, find the natural number represented by x. അപ്പൊ നമുക്ക് x എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആണ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് നമ്പർ ഷുഡ് ബി ആഡഡ് ടു എക്സ് സ്ക്വയർ പ്ലസ് 2x ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ? പോളിനോമിയൽ ax square plus bx plus c is perfect square if b square is equal to 4ac. ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെക്കുക. ഈ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ഏത് നമ്പർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് സി ആയിട്ട് എടുക്കുക. നമുക്ക് ആഡ് ചെയ്യേണ്ട കോൺസ്റ്റന്റ് നൗ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ac എന്ന് പറയുമ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നത് 2 ആണ്. സോ 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 into a is 1 into c. ഇവിടെ നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാലോ.
c is equal to 1. Therefore, x square plus 2x plus 1 ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടുക. ഓക്കെ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഇസ് ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x is equal to 15, find the natural number represented by x. അപ്പൊ ഞാനിതിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ആദ്യം തന്നെ എയും ബിയും സിയും എടുത്ത് എഴുതുക, തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതിനു മുമ്പ് നമ്മളിത് ആദ്യം ഇക്വേഷൻ ആയിട്ട് എഴുതണ്ടേ. നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് വി ഹാവ് ടു സോൾവ് ദിസ് പർട്ടിക്കുലർ ഗിവൺ ഇക്വേഷൻ. അപ്പൊ അതിനായിട്ട് ഈ വാല്യൂസുകളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ജസ്റ്റ് ഈക്വൽ ടു സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് കിട്ടും -2 plus or minus 8 divided by 2. Thus we get it as -2 plus 8 by 2 or -2 minus 8 by 2. ഇവിടെ നമുക്ക് 3 or -5 എന്നാണ് ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ നാച്ചുറൽ നമ്പർ റെപ്രസെന്റഡ് ബൈ എക്സ്. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ. ഇവിടെ 5 നെഗറ്റീവ് എന്ന് പറയുന്നത് ഇസ് ആൻ ഇൻഡിജർ ബട്ട് നോട്ട് എ ഹോൾ നമ്പർ ഓർ എ നാച്ചുറൽ നമ്പർ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നാച്ചുറൽ നമ്പർ ഏതാണെന്നാണ്. അപ്പൊ അത് മാത്രം എടുത്ത് എഴുതുക. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ. നമ്മൾ നോർമലി ഇതൊരു സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയെന്ന് വിചാരിച്ച് ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആക്കി നിർത്തും. ബട്ട് ആക്ച്വലി നമ്മളോട് നാച്ചുറൽ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ആദ്യം എടുത്ത് അത് ലാസ്റ്റ് എടുത്ത് എഴുതിയാലേ നമുക്ക് മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. 13th question is the vertices of a triangle are points on a circle of radius 3 centimeters. If two angles of this triangle are 50 degree and 60 degree, draw the triangle. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റേഡിയസ് 3 സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഫസ്റ്റ് 3 സെന്റിമീറ്റർ എടുക്കുക. നമുക്കൊരു ട്രയാങ്കിൾ ആണ് കൺസ്ട്രക്ട് ചെയ്യാനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു റേഡിയസ് മാർക്ക് ചെയ്യാം. സപ്പോസ് ഇവിടെയാണെന്ന് വിചാരിക്കാം. റേഡിയസ് മാർക്ക് ചെയ്തു. നമുക്ക് പ്രൊവൈഡഡ് ആയിട്ടുള്ള ആംഗിൾസുകൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയും 50 ഡിഗ്രിയും ആണ്. അപ്പോ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇവരുടെ ഡബിൾ ആയിരിക്കും. മീൻസ് 120 ഡിഗ്രി ആൻഡ് 100 ഡിഗ്രി അല്ലെ. കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആംഗിളൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. ഇവിടെ 100 ഡിഗ്രി കിട്ടി. ഇനി ഇത് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് 120 ഡിഗ്രി എടുക്കുക. ദിസ് ഇസ് 120 ഡിഗ്രി. ഓക്കെ. നൗ ദിസ് വിൽ ബി ഇവിടെ 100 ഡിഗ്രി ആയതുകൊണ്ട് 50 ഡിഗ്രി. ഇത് 60 ഡിഗ്രി. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ ആണ്. ദ കോഡ്സ് AB ആൻഡ് CD ഇന്റർസെക്ട് അറ്റ് P. AB is equal to 17 centimeters. PA is 9 centimeters. ആൻഡ് PD is 12 centimeters. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അവിടെ AB ആൻഡ് CD എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യാണ്. അവർ രണ്ട് കോഡുകളാണ്. ആ രണ്ട് കോഡ്സ് ഒരു പോയിന്റ് Pയിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്കുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് PA into PB is equal to PC into PD. നൗ നമുക്ക് പ്രൊവൈഡഡ് ആയിട്ടുള്ളത് AB എന്ന് പറയുന്നത് 17 സെന്റിമീറ്റർ ആണ്. AB is 17 centimeters. Then നമുക്ക് ഫിഗർ നോക്കുമ്പോൾ അറിയാം AP 9 സെന്റിമീറ്റർ ആയിട്ട് തന്നിട്ടുണ്ട്. Then the remaining PB എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 സെന്റിമീറ്റേഴ്സ്. വേറെ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? PA 9 സെന്റിമീറ്റർ ആണ് തന്നു, അത് നമ്മൾ എഴുതി. PD is 12 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. PD is equal to 12 സെന്റിമീറ്റേഴ്സ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ തന്നെ PB കാൽക്കുലേറ്റ് ചെയ്യാനാണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PB? PBയുടെ ലെങ്ത് നമ്മൾ ഈ രണ്ട് ലെങ്ത് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PC. അതിനാണ് നമ്മൾ ഈ ഫസ്റ്റ് റിലേഷൻ ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് ഓൾറെഡി PA ഉണ്ട്, PB ഉണ്ട്, PD ഉണ്ട്. ഇത് മൂന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് PCയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. PA ഇൻറ്റു ഈ ഫോർമുല നിങ്ങൾ എടുത്ത് എഴുതണം. ഈ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ കേട്ടോ, ഞാൻ ഓൾറെഡി എഴുതിയത് കൊണ്ടാണ് പിന്നീട് എടുത്ത് എഴുതാത്തത്. PA ഇൻറ്റു PB is equal to PC into PD. Okay, that is PC is equal to
72 divided by 12. This will be equal to 6. ഇതാണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ ആദ്യം എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് സൈഡിലെടുത്ത് എഴുതുക. ഏതൊക്കെയാണ്? എ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, പി എയുടെ വാല്യൂ തന്നിട്ടുണ്ട്, പി ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, പി സിയുടെ വാല്യൂ തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പി ബി ആണ്. അത് ഓൾറെഡി ഈ തന്നിരിക്കുന്ന വാല്യൂസുകളിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പി സി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ റിലേഷൻ യൂസ് ചെയ്തത്. 15th question is, in triangle ABC, angle B is 90 degree, AB is 3 cm and cos A is 3 by 5. നമുക്ക് ആംഗിൾ ബി 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് എ ബി സി ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. എ ബി ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ദെൻ കോസ് എ വിച്ച് ഇസ് ഈക്വൽ ടു 3 by 5. ഓക്കെ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് എ സി. നമുക്ക് എ സിയുടെ ലെങ്ത് ആണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ കോസ് എ ആയിട്ട് അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, വിച്ച് ഇസ് ഗിവൺ ആസ് 3 by 5. നമുക്ക് ഈ വാല്യൂയിൽ നിന്ന് തന്നെ പറയാം ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്, വിച്ച് ഇസ് എ സി. Therefore എ സി ഇസ് ഈക്വൽ ടു 5. Now the second sub question is find sin A. Sin A എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി സി ആണ്, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എ സി. എ സിയുടെ വാല്യൂ നമ്മളിപ്പോൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ബി സി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇവിടെ 5 ഉണ്ട് 3 ഉണ്ട്, നമുക്ക് ഓൾട്ടിറ്റ്യൂഡിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. സിൻസ് ഇറ്റ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, നമ്മൾ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 5 square minus 3 square which is equal to 16. Therefore altitude is equal to 4. Altitude ആണ് ഇവിടെ ബി സി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 ഡിവൈഡഡ് ബൈ എ സി നമ്മൾ 5 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ദിസ് ഇസ് ഈക്വൽ ടു 4 by 5. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. 16th question is, in the figure the circle touches the sides of the quadrilateral PQRS at A, B, C and D. PA is equal to 5 centimeters, QB is equal to 4 centimeters, RC 3 centimeter and SD 2 centimeter. ഇതൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വാല്യൂസ്. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിൽ ഒരു ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ എസിന്റെ സൈഡ്സിനെ ടച്ച് ചെയ്യുന്ന സർക്കിൾ ആയിട്ടാണ് നമുക്ക് ഫിഗർ ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഏതൊക്കെ വാല്യൂസാണ് തന്നേക്കുന്നത് നോക്കാം. പി എ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, ക്യൂ ബി എന്ന് പറയുന്നത് 4, ആർ സി ഇസ് 3 സെന്റിമീറ്റർ, എസ് ഡി ഇസ് 2 സെന്റിമീറ്റർ. ഓക്കെ, നമ്മൾ ഇത് ഓരോ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് പിയിൽ നിന്ന് പോകുന്ന 2 ടാൻജന്റ് ആയിട്ട് ഇവരെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സിംഗിൾ പോയിന്റ് പിയിൽ നിന്ന് പോകുന്ന ടാൻജന്റുകളുടെ ലെങ്ത് സെയിം ആയിരിക്കും. ഇപ്പൊ ഇവിടെ 5 ആവുമ്പോൾ ഇവിടെയും 5 ആയിരിക്കും, ഇവിടെ 4 ആവുമ്പോൾ ഇവിടെ 4 ആയിരിക്കും, 3 ദെൻ ഹിയർ വിൽ ബി 3, 2 ആവുമ്പോൾ ഇവിടെ 2 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് പി ഡി. പി ഡിയുടെ ലെങ്ത് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. പി ഡിയുടെ ലെങ്ത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, ഇസ് ഈക്വൽ ടു 5. സിൻസ് ഇറ്റ് ഇസ് എ 3 mark ക്വസ്റ്റ്യൻ, അതിന്റെ റീസൺ ബ്രാക്കറ്റിൽ എഴുതാം. Now, second sub question is find the perimeter of the quadrilateral PQRS. PQRSന്റെ perimeter calculate ചെയ്യുക, means sum of all length. അതായത് 5 plus 4 plus 4 plus 3 plus 3 plus 2 plus 2 plus 5. Okay. എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 plus 4 plus this is equal to 28 centimeter ആണ് perimeter of the given quadrilateral. Next, 17th question is, the base radius and slant height of a cone are 6 centimeters and 10 centimeters respectively. So, നമുക്കൊരു കോൺ തന്നിട്ടുണ്ട്, അതിന്റെ ബേസ് റേഡിയസ് 6 സെന്റിമീറ്റർ എന്നും സ്ലാൻഡ് ഹൈറ്റ് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ബേസ് റേഡിയസിനെ നമുക്ക് R ആയിട്ട് ഡിനോട്ട് ചെയ്യാം, ദാറ്റ് is 6 centimeter. Slant height is L, which is equal to 10 centimeter. Now, the first sub question is, what is its height? So, height of a cone എന്ന് പറയുന്നത് square root of L square മൈനസ് ആർ സ്ക്വയർ. ഇത് സോളിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അതിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസുകൾ ഈ കോണിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് സ്ലാൻഡ് ഹൈറ്റ് സ്ക്വയർ മൈനസ് ബേസ് റേഡിയസ് സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 100 മൈനസ് 36. നമുക്ക് എത്ര കിട്ടുക? Square root of 64, which is equal to 8 centimeter. Therefore, the height of the cone is 8 centimeter. Now, the second sub question is find its volume. So, volume of a cone എന്ന് പറയുന്നത് 1 by 3 pi r square h. So, മെയിൻ ആയിട്ട് 2 ഇക്വേഷൻസുകളാണ് ഓർത്ത് വെക്കേണ്ടത്. ഒന്ന് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഒന്ന് വോളിയവും. ഇതിനകത്ത് നമുക്ക് എല്ലാ വാല്യൂസുകളും അറിയാം, അത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
Okay, this will be equal to 12 into 8 pi, that is equal to 96 pi centimeter cube. 18th question is 3,4 is a point on a circle with center at the origin. Okay, ഒരു സർക്കിൾ ഉണ്ട്, സെന്റർ ഒറിജിനിലാണെന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ സർക്കിളിന്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഓൾറെഡി ഒരു പോയിന്റ്, സർക്കിളിൽ ഒരു പോയിന്റ് 3,4 ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സപ്പോസ് x1 ആൻഡ് y1. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യുക? സ്ക്വയർ റൂട്ട് ഓഫ് അതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റിന്റെയും സ്ക്വയർ തമ്മിൽ ആഡ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9 plus 16. This is equal to square root of 25, which is equal to 5. Therefore, the radius of the circle എന്ന് പറഞ്ഞിട്ട് എഴുതുക. Therefore, the radius of the circle is equal to 5. Now, the second sub question is write the coordinates of the points where the circle cuts the x-axis. അതായത് x-axisനെ സർക്കിൾ കട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോയിന്റിലെ കോർഡിനേറ്റ് എഴുതുക. നമുക്കറിയാം ഇതെന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ് 5. സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒറിജിനലാണെന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോർഡിനേറ്റ് കിട്ടി, വിച്ച് ഇസ് 5, 0. ഇവിടെ നമുക്ക് വേറൊരു കോർഡിനേറ്റ് കൂടി എഴുതാം, വിച്ച് ഇസ് -5, 0. അപ്പോൾ നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് കിട്ടി, 5, 0, -5, 0 and 5, 0. Next question is draw a circle of radius 3 centimeters. Mark a point A on the circle and draw tangent through A. അപ്പോൾ നമുക്ക് 3 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യാം. സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. നെക്സ്റ്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് സർക്കിളിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യാം. ഈ പോയിന്റിൽ നിന്ന് സർക്കിളിൽ ഒരു ടാൻജന്റ് കൺസ്ട്രക്ട് ചെയ്യാനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് ഒരു ടാൻജന്റ് കൺസ്ട്രക്ട് ചെയ്യുക? നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ പോയിന്റിൽ വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കോമ്പസ് യൂസ് ചെയ്ത് സെയിം ഡിസ്റ്റൻസിൽ ഈ ഒരു ലൈനിൽ 2 ആർക്ക് വരക്കുക. ഇതേ പോയിന്റിൽ വെച്ചിട്ട് രണ്ട് ആർക്ക് കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്യാം. അതായിരിക്കും ടാൻജന്റ് ടു ദ സർക്കിൾ. ഓക്കെ, രണ്ട് മെത്തേഡിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. 20th question is in the figure the area of the rectangle is 40 square centimeter. First sub question is A. What is the area of the shaded triangle? So നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് റെക്ടാങ്കിളിന്റെ ഏരിയ പ്രൊവൈഡഡ് ആണ്, വിച്ച് ഈസ് 40 സെന്റിമീറ്റർ സ്ക്വയർ. നമുക്കറിയാം ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ആണ്, വിച്ച് മീൻസ് ഏരിയ ഓഫ് ദ ഗിവൺ ഷെയ്ഡഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് half of 40, which is 20 centimeter square. Okay, now second sub question, if a dot is put in the figure without looking into it, what is the probability of it being inside the shaded triangle? നമ്മളൊരു ഈ ഫിഗറിൽ നോക്കാതെ ഒരു ഡോട്ട് വരക്കുകയാണെങ്കിൽ, ഒരു ഡോട്ട് ഇടുകയാണെങ്കിൽ ആ ഡോട്ട് ഈ ഷെയ്ഡഡ് റീജിയനിലാണ് വന്നിട്ടുണ്ടാവുക എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി എന്താണ്? അങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ റെക്ടാങ്കിളിന്റെ ഏരിയ, ദാറ്റ് ഡോട്ട് ഇൻസൈഡ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റെക്ടാങ്കിൾ, which is equal to 20 divided by 40, that is equal to 1/2. ഓക്കെ, ഈ സെക്ഷനിൽ ഇത്രയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എല്ലാം ഫോക്കസ് ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിനകത്ത് ഡൗട്ട് ഉള്ളത് എന്നോട് കമന്റിൽ ചോദിക്കണമെങ്കിൽ ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരാം.
കഴിഞ്ഞ എക്സാമിൽ തെറ്റ് പറ്റിയതും മാർക്ക് കുറഞ്ഞ ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ഇനി നെക്സ്റ്റ് എക്സാമിൽ എങ്ങനെ അതിനെ ഇമ്പ്രൂവ് ചെയ്യാം, എവിടെയൊക്കെയാണ് തെറ്റ് പറ്റിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റ് മാത്രമാണ് മോഡൽ എക്സാം. സോ നിങ്ങൾ അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ ബാക്കിയുള്ള സെക്ഷനുകൾ, ബാക്കിയുള്ള മാർക്കിന്റെ സ്കോറിലുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോസുകളായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം എല്ലാം കൂടെ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്താൽ ഒരു മെസ്സ് പോലെയാവും. അതുകൊണ്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോടത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമന്റിലൂടെ. സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.